കഴിഞ്ഞ മെയ് മാസത്തിൽ ഇന്ത്യയിൽ വെച്ച് കാണാതായ മെൽബണിലെ കണക്കധ്യാപകൻ സഹോദരനാൽ കൊല്ലപ്പെട്ടതായി പോലീസ്. കൂടുതൽ വിശദാംശങ്ങളുമായി ഓസ്ട്രേലിയയിൽ നിന്നും പെനീന മാത്യു ചേർന്നു. ഇന്ത്യയിൽ കാണാതായ മെൽബണിലെ ഗണിതാധ്യാപകൻ സുനിൽ ശർമ്മയെ സ്വന്തം സഹോദരൻ കൊലപ്പെടുത്തി കനാലിൽ തള്ളിയതായി അമൃത്സർ പോലീസ് സ്ഥിരീകരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് സുനിൽ ശർമ്മയുടെ സഹോദരൻ സതീഷ് ശർമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പഞ്ചാബിലെ അമൃത്സറിലുള്ള തന്റെ സ്വത്ത് വിൽപ്പനയ്ക്കായി ശ്രമങ്ങൾ നടത്തിവരുന്നതിനിടെ മെയ് 22-നാണ് സുനിലിനെ കാണാതായത്. പ്രതിയെ അറസ്റ്റ് ചെയ്ത ശേഷം അമൃത്സർ പോലീസ് നടത്തിയ പത്രസമ്മേളനത്തിലാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഉറക്കഗുളിക കലർത്തിയ പാനീയം നൽകിയ ശേഷം ബേസ്ബോൾ ബാറ്റ് ഉപയോഗിച്ച് ഇരയുടെ തലക്കടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. കൊലപാതകത്തിന് ശേഷം രക്തം പുരണ്ട മെത്തയും ബേസ്ബോൾ ബാറ്റും നശിപ്പിക്കാൻ പ്രതിയെ ഭാര്യയും മകനും സഹായിച്ചതായും മൂവരും ചേർന്ന് മൃതദേഹം കനാലിൽ തള്ളിയതായും സീനിയർ പോലീസ് സൂപ്രണ്ട് വ്യക്തമാക്കി. മൃതദേഹം വീണ്ടെടുക്കാനുള്ള തിരച്ചിലിനൊടുവിൽ ശർമ്മയെ കാണാതായിടത്തു നിന്നും ഏകദേശം 60 കിലോമീറ്റർ അകലെയുള്ള ഹരികെ എന്ന സ്ഥലത്ത് കനാലിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. തന്റെ അച്ഛന്റെ സഹോദരൻ അറസ്റ്റിലായതായും പിതാവിനെ കൊന്ന് മൃതദേഹം നദിയിൽ തള്ളിയതായി പ്രതി സമ്മതിച്ചെന്നും സുനിൽ ശർമ്മയുടെ മകൾ സുർഭി ശർമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇരയെ കാണാതായ ദിവസം മുതൽ സഹോദരൻ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഓസ്ട്രേലിയൻ പൗരനായ സുനിൽ ശർമ്മയുടെ ബന്ധുക്കളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയൻ വിദേശകാര്യ വകുപ്പ് ഇന്ത്യൻ അധികാരികളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അതേസമയം സുനിൽ ശർമ്മ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിരുന്ന ഡയമണ്ട് വാലി കോളേജ് സമൂഹത്തിൽ നിന്ന് ലഭിച്ച ആദരാഞ്ജലികൾ തന്നെ ഏറെ സ്പർശിച്ചതായി മകൾ സുർഭി ശർമ്മ വെളിപ്പെടുത്തി. പെനീന മാത്യു, 24 ഓസ്ട്രേലിയ.